കൊട്ടാരത്തിലേക്കാണ്. പാലിയം കൊട്ടാരം എന്ന് പറയുമ്പം അധികം ആൾക്കാരൊന്നും കേട്ട് കാണില്ല, ചിലവർ കേട്ടിട്ടുണ്ടായിരിക്കാം. അപ്പം എറണാകുളം ജില്ലയിലാണിത്, പറവൂരിനടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ നന്ദനം സിനിമയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതിനകത്ത് അവരവിടെ അവരുടെ വീടായിട്ടൊക്കെ കാണിക്കുന്നത് ഈ പാലിയം കൊട്ടാരമാണ്. അപ്പോൾ നമുക്ക് പാലിയം കൊട്ടാരത്തിലെ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ കുറച്ച് നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഈ പാലിയം കൊട്ടാരം ഒന്ന് പോയി കാണണമെന്ന്. അങ്ങനെ ഈ പാലിയം കൊട്ടാരത്തിൻ്റെ മുൻവശത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന നാൾ തൊട്ട് എല്ലാവരും പറയുന്നുണ്ട് പാലിയം കൊട്ടാരം പോയി കാണണം, അതൊരു മ്യൂസിയം ആക്കിയിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് കാണാനുണ്ട്, നന്ദനം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞപ്പോൾ തൊട്ടേ എനിക്കൊന്ന് പോയി കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് പാലിയം കൊട്ടാരത്തിലേക്ക് കയറുന്ന എൻട്രൻസ്. അപ്പം ഇതിങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കൊട്ടാരത്തിൻ്റെ മുൻവശമാണ്. ഇതാണ് പാലിയം കൊട്ടാരം എന്നറിയപ്പെടുന്നത്. അപ്പം ഇത് നന്ദനം മൂവിക്കകത്ത് ശരിക്കും നമ്മൾ എടുത്ത് കാണിക്കുന്നുണ്ട്. കാരണം ജഗതിയുടെ സീനിനകത്താണ് നമ്മൾ ഈ കൊട്ടാരം കൂടുതലായിട്ട് കാണുന്നത്. അപ്പം ഇതിൻ്റെ ഉൾവശത്തേക്ക് ഫോട്ടോസോ വീഡിയോസോ ഒന്നും എടുക്കാനായിട്ട് നമുക്ക് സാധിക്കില്ല, അതൊന്നും അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ പറവൂര് വഴി പോകുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് അതൊക്കെ ഇവിടെ വന്ന് കണ്ടിട്ട് പോകണം. അപ്പം ഇത് പാലിയം കോവിലകമാണ്. അപ്പം ഇത് നേരത്തെ പണ്ട് കാലത്ത് അവരുടെ ഓഫീസായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവിടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രവേശനമില്ലായിരുന്നു, ആണുങ്ങൾക്ക് മാത്രമേ ഇവിടെ പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ. പിൽക്കാലത്ത് ഇത് മ്യൂസിയമായിട്ട് വന്നു. അപ്പോൾ അതിനുശേഷം നമുക്കൊക്കെ കാണാനൊക്കെ ആയിട്ട് ഇങ്ങനെ പറ്റുന്നു. അപ്പം ഇതിനകത്തും നന്ദനത്തിൻ്റെ പകുതിയോളം ഭാഗങ്ങൾ ഷൂട്ട് ചെയ്താണ്. ഇതിൻ്റെ 2ാം നിലയിലാണ് കാർമുകിൽ വർണ്ണൻ്റെ ചുണ്ടിൽ എന്ന് പറഞ്ഞ പാട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉൾവശത്ത് കയറിയാലും നമുക്കതൊക്കെ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അതിൻ്റെ ഉൾവശത്തോട്ടൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡല്ല. അപ്പം ഇതിൻ്റെ മുകൾ വശത്താണ് ഞാൻ പറഞ്ഞ പാട്ട് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇത് പാലിയം ഊട്ടുപുരയാണ്. അപ്പം അതിനോട് അടുത്ത് തന്നെ ഒരു ചെറിയ കുളമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ആ കുളത്തിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇതാണ് ആ കുളം. അപ്പം ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും. അപ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ നേരെ അങ്ങോട്ട് പോയത് അമ്പലത്തിലേക്കാണ്. ഇതൊരു ശിവക്ഷേത്രമാണ്. അപ്പം ചേട്ടാനോട് പറഞ്ഞു ഇവിടുത്തെ ഉത്സവമൊക്കെ ഭയങ്കര ഭംഗിയാണ് എന്നൊക്കെ എന്നോട് പറഞ്ഞു. അപ്പം ഇത് ഈ പാലിയങ്കാരുടെ ക്ഷേത്രം തന്നെയാണ്. അപ്പം ഞാൻ അവിടെ നിന്നൊരു ഓൺ വോയിസ് വീഡിയോ ചെയ്തായിരുന്നു, പക്ഷെ അത് ഒട്ടും കേൾക്കത്തില്ല. ഞാൻ പറഞ്ഞു ഇത്രയേ ഉള്ളൂ, പറവൂര് വഴി ആരെങ്കിലുമൊക്കെ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്ന് പാലിയം കൊട്ടാരം കാണണം. കാരണം നമുക്കിതൊന്നും ഫോട്ടോസും വീഡിയോസും ഒന്നും എടുത്ത് നിങ്ങളെ കാണിക്കാനായിട്ട് സാധിക്കില്ല, അതൊന്നും അലൗഡ് അല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ വന്ന് കണ്ടിട്ടൊക്കെ പോകണം. അപ്പം അവർ ഗൈഡിനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അവർ പറഞ്ഞു തരും. ഗൈഡ് നമുക്ക് 2 കൊട്ടാരത്തിൻ്റെയും കോവിലത്തെ പറ്റിയും കൂടുതൽ കാര്യങ്ങൾ അവർ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ എല്ലാവരും തീർച്ചയായും വന്ന് കാണുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.